എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ 2024 ഫെബ്രുവരിയിൽ നടത്താനിരുന്ന രണ്ടാം സെമസ്റ്റർ യൂണിറ്ററി LLB റെഗുലർ സപ്ലിമെൻ്ററി മെഡിസിൻസ് പരീക്ഷകൾ 2024 മാർച്ച് 18 മുതൽ ആരംഭിക്കുന്നു. കേരള സർവകലാശാലയുടെ BLASE ആനുവൽ മെഡിസിൻസ് 2006-2016 അഡ്മിഷൻ പരീക്ഷകൾ കാര്യവട്ടം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ കേന്ദ്രത്തിൽ വെച്ച് 2024 മാർച്ച് 1 മുതൽ നടന്നു. അതുപോലെ 2023 നവംബറിൽ നടത്തിയ PhD കോഴ്സ് വർക്ക് പരീക്ഷയുടെ ജൂലൈ 2023 സെക്ഷൻ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2023 മെയിൽ നടത്തിയ 1-2 സെമസ്റ്റർ കമ്പൈൻ ബിടെക് 2008-13 സ്കീം സപ്ലിമെൻ്ററി മെഡിസിൻ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ജനുവരിയിൽ നടത്തിയ 3-ാം സെമസ്റ്റർ MSc ഫിസിക്സ് മെഡിസിൻ പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് 2024 ഫെബ്രുവരി 29 വരെ അപ്ലൈ ചെയ്യാം. ദെൻ ജൂലൈയിൽ നടത്തിയ 3-ാം സെമസ്റ്റർ MSc ബോട്ടണി, എത്നോബോട്ടണി ആൻഡ് എത്നോഫോമക്കോളജി റെഗുലർ പരീക്ഷ പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 2024 ജൂലൈയിൽ നടത്തിയ 3-ാം സെമസ്റ്റർ MA എക്കണോമിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ഡേറ്റ സയൻസ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ വരെ ഫെബ്രുവരി 29 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 5-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര MBA 2015 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് ഫെബ്രുവരി 28 വരെ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ 3-ാം സെമസ്റ്റർ MA MSc MCOM MSW ന്യൂ ജനറേഷൻ കോഴ്സുകൾ റെഗുലർ 2022 അഡ്മിഷൻ, ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 20 അഡ്മിഷൻ ഫെബ്രുവരി 2021 പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഫൈനില്ലാണ്ട് ഫെബ്രുവരി 28 വരെയും 150 രൂപ ഫൈനോട് കൂടി മാർച്ച് 22 വരെയും 400 രൂപ ഫൈനോട് കൂടി മാർച്ച് 4 വരെയും അപേക്ഷിക്കാം. വിശദമായിട്ടുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്.